ഹേ ഓൾ, അപ്പോൾ ഇന്ന് നമ്മളൊരു ബ്രൈഡൽ ബൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇത് ആക്ച്വലി ബ്രൈഡിന് 2 ഡ്രസ്സ് ഉണ്ടായിരുന്നു. അതായത് നൈറ്റ് ഇടുന്നൊരു ഡ്രസ്സും വെഡിങ് ഡേൻ്റെ അന്ന് ഇടുന്നൊരു ഡ്രസ്സ്. ഈ 2 ഡ്രസ്സിലേക്കും കൂടെ ഒറ്റ ബൊക്കെയായിരുന്നു അവർക്ക് വേണ്ടത്. അങ്ങനെ നമ്മൾ ആദ്യം ഒരു ഗോൾഡ് തീമിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് ഫുള്ളി ഗോൾഡായിട്ട് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ അങ്ങനത്തെ ഫ്ലവേഴ്സ് അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ നമ്മളൊരു റെഫറൻസ് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളൊരു കാസ്കേഡ് ബൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ്, ഞാൻ ഫ്ലവർ ബഞ്ചസ് ആയിട്ടാണ് മേടിച്ചത്. അപ്പോൾ കുറച്ച് ഫ്ലവേഴ്സ്, പിന്നെ കുറച്ച് ഗോൾഡിൻ്റെ സീക്വൻസ്, പിന്നെ ഒരു മൈക്ക്, പിന്നെ ഗ്ലൂ ഗണ്ണ്, ഇത്രയായിരുന്നു വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഫ്ലവേഴ്സൊക്കെ ബഞ്ചസിൽ നിന്ന് എടുത്ത്, അതായത് നമുക്ക് ആ ഒരു സ്റ്റെമ്മ് കൂടെ വേണം. കാരണം നമ്മൾ ഈ മൈക്കിൽ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു സ്റ്റെം ആവശ്യമുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ സ്റ്റെമ്മ്, നമ്മൾ ഫ്ലവേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങുകയാണെങ്കിൽ നമ്മൾ വേറെ സ്റ്റെമ്മ് പിടിപ്പിച്ചിട്ട് വേണ്ടി വരും അതൊക്കെ വെക്കാൻ. കാരണം ഈ കാസ്കാഡിങ് ബൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വി ഷേപ്പിലായിരിക്കും അതിൻ്റെ ബോട്ടം പാർട്ട് നിൽക്കുക. അപ്പം ആ ഒരു സ്പേസിക്ക് നമ്മൾ ഫ്ലവർ ഇങ്ങനെ ഇതായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെമ്മ് കൂടെ അവിടെ വെക്കണത്. ഇനി ഞാൻ ചെയ്യുമ്പം കാണുമ്പോൾ മനസ്സിലാവും അതെന്താ സംഭവം എന്ന്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ഫ്ലവർ എടുത്തിട്ട് അതിങ്ങനെ ഒരു എൽ ഷേപ്പിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മൈക്കിൻ്റെ ഒരു സൈഡിൽ ആയിട്ട് ഇതൊന്ന് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു പോർഷനായിരിക്കും താഴോട്ട് വരിക. ആൻഡ് മുകളിലത്തെ പോർഷന് നമ്മൾ കറക്റ്റ് ആ ഒരു റൗണ്ടിൽ തന്നെ ആയിരിക്കും ചെയ്യുക. താഴെയുള്ള പോർഷന് നമ്മളൊന്നിങ്ങനെ ഒരു വി ഷേപ്പിലാക്കിയിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ നമ്മൾ ഓരോ ഫ്ലവേഴ്സ് എടുത്തിട്ടും അതിൻ്റെ ഹൈറ്റൊക്കെ ഏകദേശം നോക്കിയിട്ട് നമ്മളിങ്ങനെ ഒരു എൽ ഷേപ്പിലൊന്ന് കർവ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അതൊക്കെ വെച്ച് കൊടുത്താൽ മതി. അതവിടെ നിന്നോളൂ. ഇനിയിപ്പോൾ അത് നിന്നിട്ടില്ലെങ്കിൽ നമ്മളൊരു ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഒന്ന് ഗ്ലൂ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ ഫിക്സായി നിന്നോളൂ ഉണ്ടാവും. അതായത് അപ്പർ പോർഷന് കറക്റ്റ് ആ ഒരു മൈക്കിൻ്റെ ഷേപ്പിൽ തന്നെ നമ്മൾ ഫിക്സ് ചെയ്തത്. പക്ഷേ ലോവർ പോർഷന് കുറച്ച് താഴോട്ടായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഗോൾഡിൻ്റെ സീക്വൻസ് ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ. അപ്പോൾ ആ സീക്വൻസ് ഒക്കെ എടുത്തിട്ട് സൈഡിൽ കൂടെ കുറച്ച് ഗ്യാപ്പൊക്കെ കാണും. നമ്മൾ എത്ര ഫ്ലവേഴ്സ് വെച്ചാലും ആ ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ കൂടെ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ആ ഗ്യാപ്പിൽ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഫിക്സ് ചെയ്ത് വിട്ടാൽ മതി. അപ്പം ആ ഒരു ഫിനിഷിങ് കിട്ടും. ഈ മൈക്കിൻ്റെ ഉള്ളിൽ ഒയാസിസ് ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വിട്ടാൽ തന്നെ അതവിടെ നിന്നോളും. പെട്ടെന്ന് ഊരിപ്പോരൊന്നുമില്ല. പിന്നെ ഫ്ലവർ കുറച്ച് വെയിറ്റ് ഉണ്ടായതും കൊണ്ട് അത് ചിലപ്പോൾ പോരും. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്യണമായിരിക്കും ബെറ്റർ. അപ്പം ഇത് ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഹാൻഡിലും കൂടെ ഒരു ഗോൾഡിൻ്റെ ഒരു ലേസ് എന്തെങ്കിലും പിടിപ്പിക്കുക. അത്ര ചെയ്താൽ തന്നെ നമ്മളെ ബൊക്കെ ഏകദേശം ഫുള്ളായി. പിന്നെ നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ ബീഡ്സ് കാര്യങ്ങളൊക്കെ ഗ്ലൂ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതായിരുന്നു ഓവറോൾ. അപ്പോൾ ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നോ വാങ്ങിക്കണമെന്നോ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി.